തേനീച്ച കർഷകരുടെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്ന ചെങ്ങളായിലെ ബീ കീപ്പിംഗ് സൊസൈറ്റി കെട്ടിടം പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി തേനീച്ച കർഷകരും നാട്ടുകാരും ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കെട്ടിടം. പുതിയ സർക്കാരിലാണ് പ്രതീക്ഷ മുഴുവനും. ഏഷ്യയിൽ തന്നെ തേനീച്ച കർഷകരാൽ അറിയപ്പെടുന്ന നാടുകൂടിയാണ് ചെങ്ങളായി. 30 വർഷങ്ങൾക്ക് മുൻപ് വരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ചെങ്ങളായിലെ തേനീച്ച കർഷകരുടെ ബീ കീപ്പിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടമാണിപ്പോൾ ചോർന്നൊലിച്ച് കാട് കയറി നശിക്കുന്നത്. ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഈ കെട്ടിടത്തിൽ ചെങ്ങളായി പഞ്ചായത്ത് ഹരിത കർമ്മസേനയുടെ മാലിന്യ സംഭരണ ആവശ്യത്തിനായും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. തേൻ സംഭരണം, പ്രോസസ്സിംഗ്, പരിശീലന ക്ലാസുകൾ ഉൾപ്പെടെ തേനീച്ച കർഷകരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു കെട്ടിടം. പല കാരണങ്ങൾ മൂലം സൊസൈറ്റി പ്രവർത്തനം നിലച്ചതോടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു. എന്നാൽ യാതൊരു സംരക്ഷണവും കെട്ടിടത്തിനുണ്ടായില്ല. പഴക്കം ചെന്ന കെട്ടിടവും മുൻഭാഗത്തെ മരവും ഇപ്പോൾ സംരക്ഷണമില്ലാതെ അപകടാവസ്ഥയിലാണ്. തേനീച്ച കർഷകനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ ഖാദർ ഉൾപ്പെടെ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. യുദ്ധോത്സവ ഭരണത്തിൽ ഒരു കാര്യവും ചെയ്യാതെ ഈ ബിൽഡിംഗ് ഇവിടെ കാട് കയറുകയും അതുപോലെ തന്നെ ഇതിന് മറ്റുള്ള വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്തപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇടപെടാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ വകുപ്പ് തലത്തിലെ മന്ത്രിമാർക്കും അതുപോലെ ഖാദി ബോർഡിനും പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ഇന്നത്തെ ഭരണമാറ്റമുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കർഷക സംഘത്തിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് MLA ആയ കുറിക്കോളി വൈദ്യുതി സാഹിബ് നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ഇതിന് ഇടപെടുകയുണ്ടായി. ഞാൻ പറഞ്ഞു തരുന്നത് കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു ചെങ്ങളായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിക്കൊണ്ട് വകുപ്പ് തലത്തിൽ സ്ഥാപനം വ്യവസായ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് കർഷകർക്ക് അനുയോജ്യമായ നല്ല പ്രവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സൊസൈറ്റി നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തേനീച്ച കൃഷിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഇവരുടെ നിലവിലെ അവസ്ഥയ്ക്കും കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.